കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് ദൈവവചന ധ്യാനത്തിനായിട്ടൊരു പാസേജ് നമുക്ക് ശ്രദ്ധിക്കാം. എഫിഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 25-31. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗം ദയവായിട്ട് പരസ്യമായി വായിക്കാം. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. കള്ളനിനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും അട്ടഹാസവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ നിന്നും അതിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്നും വളരെ സിമിലറായിട്ടുള്ള ഒരു പ്രബോധന വചനം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോള് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, പോൾ ഈസ് ഇൻ ദ പ്രീവിയസ് പാസേജ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് സച്ച് fundamental doctrinal subjects of we becoming, or the Gentiles and the Jews alike becoming a new man in Christ, and how we learned of Christ, the truth in Christ, and how we put off, or how we are encouraged to put off the old rags of filthiness and put on the new man, which is created in the likeness of God, that is in holiness and in righteousness. നമ്മൾ മുകളിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ വേദഭാഗം പോള് വളരെ പ്രാധാന്യമുള്ളതാകുന്ന ഒരു ഉപദേശ വിഷയം പറയുകയാണ്. നമ്മളെങ്ങനെ ആയിരുന്നു നേരത്തെ ആയിരുന്നത്, എന്നാൽ അവിടെ നിന്ന് ക്രിസ്തുവിൽ നാം സത്യം ഗ്രഹിച്ചപ്പോൾ ആ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കുന്നു. മാത്രമല്ല, ക്രിസ്തുവിലുള്ളതാകുന്ന ആ സത്യമാണ്, അല്ലെങ്കിൽ ആ ഉപദേശമാണ് ഈ ഒരു ചേഞ്ചിലേക്ക് നമ്മളെ നയിച്ചത്. That is the doctrinal part of this chapter, the previous verses. മുകളിലുള്ളതാകുന്ന ആ വേദഭാഗങ്ങൾ വളരെ മനോഹരമായിട്ട് പൗലോസ് ആ ഉപദേശം പറയുകയാണ്. എന്നിട്ട് 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, how he can so beautifully descend from such height of theological talk. He can descend to the nitty-gritty of everyday Christian behavior. ആ ഉന്നതമാകുന്ന ഉപദേശ വിഷയങ്ങളിൽ നിന്ന് വിത്തൗട്ട് എനി എഫേർട്ട്, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പോള് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എവ്രി ഡേ ലൈഫിലുള്ള ഓരോ ദിവസവും ഉള്ളതാകുന്ന നമ്മുടെ പെരുമാറ്റങ്ങളെ ഈ ഉപദേശം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസാണ് പോൾ ഈ വേദഭാഗത്ത് നൽകുന്നത്. സോ പോൾ ഗിവ്സ്, വി ബിലീവ്, നമ്മളെല്ലാം വിശ്വസിക്കുന്നു, ഓക്കെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, സ്നാനപ്പെടുന്നു, നമ്മൾ കൂട്ടായ്മയിൽ വരുന്നു, എല്ലാം നല്ല കാര്യം, നല്ല കാര്യം, വെരി ഗുഡ്. എന്നാൽ when that thing really happens, what is the
practical outworking of the doctrine which Paul just explained in the previous verses. നോക്കുക, അപ്പോൾ ആ ഉപദേശ വിഷയങ്ങളെല്ലാം how does it reflect in practical life? പ്രായോഗിക ജീവിതത്തിൽ ഇതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവസഭയ്ക്കുള്ള ലേഖനമാണ്. ദൈവസഭയ്ക്കുള്ള ലേഖനം എല്ലാ കാലത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും ഗുണീകരണത്തിനായിട്ട്, ടീച്ചിങ്ങിനായിട്ട്, പ്രബോധനത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വരവ് വരെ നമുക്ക് തന്നിരിക്കുന്നതാണ്. നമുക്ക് ഈ ഉപദേശങ്ങൾ, ഈ പ്രബോധന വചനങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. ഓക്കെ, ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ when you look at that passage, Paul begins, therefore, I have told you many a times, when you come across a word therefore, we must always pause there and think why it is therefore. അവിടെ ആ വേദഭാഗത്ത് പോൾ പറയുന്ന കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ്. അപ്പോൾ മുകളിൽ അതീവ പ്രാധാന്യമുള്ള ഉപദേശം പറഞ്ഞു. ആ ഉപദേശത്തിൻ്റെ പ്രായോഗിക തലം എന്തെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ പ്രായോഗികമാകുന്ന ക്രിസ്തീയ പെരുമാറ്റത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അതായത് നമ്മൾ നേരത്തെ എന്തായിരുന്നു? മുമ്പിൽ നമുക്ക് 20-ാം വാക്യം ശ്രദ്ധിച്ചാൽ, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ആകയാൽ നോക്കുക, അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പോൾ പറയുകയാണ്, ഇന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിൽ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്, ആകയാൽ ഇന്നത് സംഭവിക്കണം. അതാണ് അവിടുത്തെ വിഷയം. ഇന്ന കാര്യം സംഭവിച്ചു എങ്കിൽ ഇന്നതുപോലെയാണ് നാം ബിഹേവ് ചെയ്യേണ്ടത്. ദിസ് ought to be the behavior of a Christian. ഒരു ദൈവ പൈതലിൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ബിഹേവിയർ എന്താണെന്ന് പോൾ ഇവിടെ പറയുക. നമ്മളത് ശ്രദ്ധിക്കണം. എന്തെല്ലാമാണ് ഇവിടെ പോൾ പറയുന്നത്? ഒന്ന്, ടെല്ലിങ് ദ ട്രൂത്ത്, സത്യം സംസാരിക്കുക. 2, കൺട്രോളിങ് അവർ ആങ്കർ, കോപം. ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ. വീണ്ടും ജനിച്ച ഒരുവൻ്റെ കോപം നിയന്ത്രണ വിധേയമാകണം. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. അടുത്തത്, ഓണസ്റ്റി അറ്റ് വർക്ക്. മോഷ്ടിക്കരുത്. പിന്നെ ലെറ്റ് ഹിം ലേബർ, ഡൂയിങ് ഓണസ്റ്റ് വർക്ക് വിത്ത് ഹിസ് ഓൺ ഹാൻഡ്സ്. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് ചിന്തിക്കും. അതിനുശേഷം പോൾ ഈസ് ടോക്കിംഗ് അബൌട്ട് കൈൻഡ്നെസ് ഓഫ് സ്പീച്ച്, ഹൗ ടു സ്പീക്ക്. മറ്റൊന്ന്, forgiveness. Paul is speaking about forgiveness. Paul is speaking about love.
ഈ കാര്യങ്ങളെല്ലാം തന്നെ, all these things, all the aspects of Christian behavior as a result of you or me being born again is very, very practical. And let us see at least three features that are common to each of the practical advice Paul gives. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, all of these exhortations, ഈ പ്രബോധനങ്ങളെല്ലാം തന്നെ it concern our relationships. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രബോധന വചനങ്ങളുടെ എല്ലാം ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്, പൊതുവായ ഘടകമെന്ന് പറയുന്നത്, ഇറ്റ് ഓൾ കൺസേൺ വിത്ത് അവർ റിലേഷൻഷിപ്പ്. സോ ഹോളിനെസ്, ക്രിസ്ത്യൻ ഹോളിനെസ് is not a mystical thing that happens to us. It is a very practical thing, or a practical condition that is experienced in our relation to God and our relation to other human beings. നോക്കണം, പോൾ ഇവിടെ പറയുന്ന വിശുദ്ധീകരണമെന്ന് പറയുന്നത് ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ആ ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, we cannot be holy or a good person in a vacuum. നമുക്ക് ചിലരെങ്ങനെയാ, ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സഭയും കൊള്ളത്തില്ല, അയാൾ കൊള്ളത്തില്ല, ഇയാൾ കൊള്ളത്തില്ല, ഇന്നാര് കൊള്ളുകയില്ല, ഇന്ന സഭ കൊള്ളുകയില്ല, അതുകൊണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പോകാം. പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും നല്ലത് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്നതാണ്. കാരണം നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അങ്ങനെയുള്ളതാകുന്ന വിശുദ്ധിയുടെ ഉപദേശം അല്ല. ഐസൊലേറ്റ് ചെയ്ത് എല്ലാ ബന്ധങ്ങളും വിട്ടേച്ച് വിശുദ്ധനായിട്ട് ജീവിക്കാൻ. ഈ അമേരിക്കയിൽ ഒരു ഗ്രൂപ്പുണ്ട്, അമിഷ് എന്ന് കേട്ടിട്ടുണ്ടോ? നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അവർ മോഡേൺ ഗാഡ്ജറ്റ്സ് ഇല്ല, ചിലയിടത്തൊന്നും ഇലക്ട്രിസിറ്റി പോലും ഇല്ല, പല വീടുകളിലും വിളക്കാണ് കത്തിക്കുന്നത്, പിന്നെ കാറൊന്നും ഉപയോഗിക്കത്തില്ല, കുതിരവണ്ടിയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ പാടം ഒക്കെ ഉഴുകാൻ പഴയ കാളയും കുതിരയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും. അവർ പറഞ്ഞേ, ഈ ലേറ്റസ്റ്റ് ഇൻവെൻഷൻസൊക്കെ വരുംതോറും നമ്മൾ ലോകത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഈ ലോകം ഒന്നും ജഡമെന്നും ഒക്കെ പറയുന്ന ഫാക്ടർ നമ്മുടെ പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതാ വിഷയം. നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ട്, ഇൻബിൽറ്റായിട്ട് അവിടെയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മോഡേൺ ഗാഡ്ജറ്റ്സ് എല്ലാം അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാമെന്ന് കരുതാമെന്നൊന്നും ആരും ചിന്തിക്കരുത്. നടപ്പുള്ള കാര്യമല്ല. സി, ഓഫ് കോഴ്സ് മോഡേൺ ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ വി നീഡ് മോർ ഗ്രേസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വാക്വമിൽ, ഒരു ശൂന്യതയിൽ വിശുദ്ധരായിട്ട് ജീവിക്കാൻ ഒക്കുകയില്ല. അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവ്രി
practical advice Paul gives, every one of them has to do with our relationships. നോക്കിയേ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പ്രായോഗിക നിർദ്ദേശങ്ങളും നമ്മുടെ ബന്ധങ്ങളുമായിട്ടാണ് അതിനെ കോർത്തിണക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട്, ആ ഓരോ എക്സാമ്പിളിലും ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ പോസിറ്റീവായിട്ടൊരു കാര്യം പറയുക. ഉദാഹരണത്തിന്, ഭോഷ്ക് ഉപേക്ഷിക്കണം, പിന്നെന്തോ ചെയ്യണം? സത്യം സംസാരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഓരോന്നും പറഞ്ഞേക്കുന്നത്. മൂന്നാമതായിട്ട്, ഈ ഉപദേശങ്ങൾ എല്ലാം പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രായോഗിക നിർദ്ദേശങ്ങളെല്ലാം പറയുമ്പോൾ, അതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഉപദേശത്തെ അവിടെ കോർത്തിണക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ കാര്യം തന്നെ, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. എന്നിട്ട് ഉടനെ എന്നാ പറയുന്നേ? നാം തമ്മിൽ അവയവങ്ങളല്ലോ. നോക്കിയേ, സി, എ നെഗറ്റീവ് prohibition, a positive encouragement, and a doctrinal underpinnings, a doctrinal foundation. So every practical advice is given in that pattern here. Okay, നമ്മൾ അത് വളരെ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് താല്പര്യപ്പെടുക, വളരെ പെട്ടെന്ന്. ഒന്നാമതായിട്ട് പോൾ പറയുന്ന കാര്യം എന്താ? ഡോണ്ട് ടെൽ ലൈസ്, റാദർ ടെൽ ദ ട്രൂത്ത്. ഇവിടെ ആദ്യം പോൾ പറയുന്ന ഒരു കാര്യം, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. ഇത് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥം അതിനുണ്ട്. ഒന്നാമത്തെ അർത്ഥം, ദ ഗ്രേറ്റസ്റ്റ് ലൈ. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലൈ? എന്താണ് ഏറ്റവും വലിയ ഭോഷ്ക്? എന്താ? എത്ര പേര് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഓർത്തഡോക്സിൽ നിന്നുമൊക്കെ വന്നിട്ടുണ്ട്? പലരുണ്ട്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും വലിയൊരു ഭോഷ്ക് അവിടെ ഉണ്ട്. എന്താണെന്നറിയാം ആ ഭോഷ്ക്? റോമാലേഖനം 1:25, റോമൻസ് 1:25. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. നോക്കുക, എന്താണ് അവിടുത്തെ ഭോഷ്ക്? സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. വിഗ്രഹങ്ങൾ, പുണ്യവാളന്മാർ, ഇതൊക്കെ വിട്ടേച്ചാ നമ്മൾ എങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നത്. കേൾക്കണേ. ഇനിയും എന്നെപ്പോലുള്ള പെന്തക്കോസ്ത് ജനിച്ച് വളർന്നവർക്ക് വിഗ്രഹങ്ങളില്ലായിരുന്നോ? ഉണ്ട്. കാരണം വേദപുസ്തകം പറയുന്ന വിഗ്രഹങ്ങളെന്ന് പറയുന്നത് കേവലം കൈകൊണ്ടുണ്ടാക്കിയത് മാത്രമല്ല, വേറെ ഏതുമുണ്ട്. അപ്പോൾ നമ്മൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചപ്പോൾ we rejected the greatest lie of idolatry. എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ഭോഷ്ക് ഉപേക്ഷിക്കാൻ കാര്യം? എന്നാ? ക്രിസ്തുവിൻ്റെ സത്യം കാണാൻ ആത്മാവ് കണ്ണു തുറന്നപ്പോഴാണ് ആ ഭോഷ്ക് നമ്മൾ ഉപേക്ഷിച്ചത്, അല്ലേ? അങ്ങനെ ആണോ വന്നത്?
കേൾക്കണേ, ക്രിസ്തുവിലുള്ള സത്യം കാണാൻ പരിശുദ്ധാത്മാവ് കരുണ തോന്നി കണ്ണു തുറന്നപ്പം ഭോഷ്ക് ഉപേക്ഷിച്ചു. വലിയ ഭോഷ്ക്, ദ ഗ്രേറ്റസ്റ്റ് ലൈ. ആ ഭോഷ്ക് പരിശുദ്ധാത്മാവിനാൽ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഓരോ ദൈവ പൈതലിനും സത്യത്തിൽ നടക്കാൻ കഴിയണം. ദാറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ വലിയ ഭോഷ്ക് ഞാൻ ഉപേക്ഷിച്ചെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സകല സത്യത്തിലും വഴി നടത്തും. ആ സകല സത്യമെന്ന് പറയുമ്പോൾ അവിടെ മുകളിൽ പറയുന്നുണ്ട് ക്രിസ്തുവിലുള്ള സത്യം, ക്രിസ്തുവിലുള്ള സത്യം. ഇനി അതുമാത്രമല്ല, ആ സത്യത്തിലേക്ക് വരാൻ തക്കവണ്ണം ആ വലിയ ഭോഷ്ക് ഉപേക്ഷിപ്പാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ചെറിയ കാര്യങ്ങളിൽ ജയകരമായി ജീവിപ്പാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്ന സകല റെസിസ്റ്റൻസും ഉപവാസ പ്രാർത്ഥനയെ മാറിപ്പോണം. അതിനാ ഉപവാസ പ്രാർത്ഥന. അല്ലാതെ മഞ്ഞ് പെയ്യുന്ന ദേശത്ത് അയക്കാൻ വേണ്ടിയിട്ടല്ല ഉപവാസം എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഓക്കെ, ഗുഡ്. ഇൻഫാക്റ്റ് മഞ്ഞ് പെയ്യുന്ന ദേശത്ത് അയക്കാൻ പ്രാർത്ഥിച്ചിട്ട് ഹിമാചൽ പ്രദേശ് കാണിച്ചു തന്നാൽ പോമോ? അവിടെയാ പ്രശ്നം. അവിടെ പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഭോഷ്ക് ഉപേക്ഷിച്ച് സത്യം സംസാരിക്കണം. അതിൻ്റെ കാരണം എന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നേരത്തെ എങ്ങനായിരുന്നു നമ്മൾ? അതിൻ്റെ 17ഉം 18ഉം ഒന്ന് വായിച്ചേ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ. നോക്ക, അപ്പൊ അങ്ങനെ ആയിരുന്നു നമ്മൾ, അങ്ങനെ ആയിരുന്നു ഒരിക്കൽ നടന്നുകൊണ്ടിരുന്നത്. പോൾ അത് പറഞ്ഞേച്ച് പറയാ, ഇനി വേണ്ട കേട്ടോ, ഇനി വേണ്ട. കാരണം ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചെങ്കിൽ ഇനി വേണ്ട. എന്നിട്ട് എന്നാ പറയുന്നത്? നാം എന്ത് ചെയ്യണം? കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ, the followers of Jesus should be known in their community as honest, reliable people whose word can be trusted. അത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് സത്യം സംസാരിക്കുക. സത്യം സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെയാ സത്യം സംസാരിക്കേണ്ടതെന്നുള്ളത് മോളി പറഞ്ഞിട്ടുണ്ട്. അത് പലർക്കും അറിയത്തില്ല. എന്നിട്ട് പറയുന്നത് എന്നാണെന്നറിയോ? ഞാൻ സത്യമാണ് പറഞ്ഞത്. എങ്ങനെയാ സത്യം സംസാരിക്കേണ്ടത്? അതിൻ്റെ 15ാമത്തെ വാക്യം, വേഴ്സ് 15. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യം സംസാരിച്ചാൽ മാത്രം പോരാ, സ്നേഹത്തിൽ സംസാരിക്കണം. അതെങ്ങനെയാ? അപ്പോൾ എനിക്ക് സത്യം പറയാം, പക്ഷെങ്കിൽ ആ സത്യം എൻ്റെ സഹോദരനെ ഡാമേജ് ചെയ്യുന്നൊരു സത്യമാണെങ്കിൽ I should hold it back. പിന്നെ I should go to him, speak to him personally
ഇൻ ലവ്. അല്ലാതെ സഭായോഗത്തിന് എഴുന്നേറ്റ് പറയും ഞാൻ സത്യമല്ലയോ പറഞ്ഞത്. പലരും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാര്യങ്ങൾ അനാവശ്യമായി വിളിച്ചു പറഞ്ഞേച്ച് ന്യായീകരിക്കുന്ന എവിടെയെന്നറിയാമോ? ഞാൻ സത്യമാണ് പറഞ്ഞത്. നോ, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ട്രൂത്ത് സംടൈംസ് ഈസ് ഹാർഡ്. സോ ഹാർഡ് ട്രൂത്ത് ഷുഡ് ബി സോഫൻഡ് വിത്ത് ലവ്. അപ്പോൾ അന്യോന്യം നമ്മൾ എന്ത് ചെയ്യണം? സത്യം സംസാരിക്കണം. ഈ വേദഭാഗം ഞാൻ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചു പോയതാണ് മനോയുടെ വീട്ടിൽ വെച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മൾ താഴോട്ട് ശ്രദ്ധിച്ചേ. അങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്നാണെന്നറിയാമോ? ബിക്കോസ് കൂട്ടുകാരനോട് ഞാൻ എന്ത് ചെയ്യണം? സത്യം സംസാരിക്കണം. സോ വി ആർ കമാൻഡഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ടു ലവ് മൈ നെയ്ബർ. നോക്കിയേ, ലെറ്റ് ഈച്ച് വൺ ഓഫ് യു സ്പീക്ക് ദ ട്രൂത്ത് വിത്ത് ഹിസ് നെയ്ബർ. ഹി ഈസ് മൈ നെയ്ബർ. My brother is my neighbor. So he is my neighbor, I should speak truth. ഭോഷ്കല്ല, അർത്ഥസത്യങ്ങളുമല്ല, അതുമല്ല. പ്രധാനമായിട്ട് എൻകറേജ് ചെയ്യുന്ന സത്യങ്ങൾ ഞാൻ സംസാരിക്കണം. അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കണമെങ്കിൽ ഒരു വേദഭാഗം പെട്ടെന്നൊന്ന് വായിച്ചോളൂ. സാരമില്ല, ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെ രാവിലെ സംസാരിച്ചോളാം, കുഴപ്പമില്ല. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ പലരും വരികയില്ലെന്നറിയാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. ചിലർ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ നേച്ചർ എപ്പോഴും സെയിമാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൻ്റെ ആ റെലവൻസ്, അതിൻ്റെ പ്രസക്തി അന്നും ഇന്നും ഒരുപോലെ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് സൺഡേ മീറ്റിംഗ് അല്ല. സഭ കൂടി വരുന്നതെല്ലാം സഭായോഗമാണ്. സഭ എപ്പോഴൊക്കെ കൂടി വരുമോ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നു, അതെല്ലാം സഭായോഗങ്ങൾ തന്നെയാണ്. സഭയുടെ കൂടി വരവാണ്, അതെല്ലാം സഭായോഗമാണ്. അത് ഇവിടെ വെച്ച് നടന്നാലും സഭായോഗമാണ്. പിന്നെ ആരുടെയും വീട്ടിൽ വെച്ച് നടന്നാലും അതെന്തുവാ? സഭയാണ്. നമ്മളതിനെ കോട്ടേജ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ, പക്ഷേ അത് സഭായോഗമാണ്, എല്ലാം സഭായോഗമാണ്. അപ്പം ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ അതിനകത്ത് വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടോ? മരച്ചോട്ടി കൂടിയാലും സഭായോഗമാണ്. സഭ എവിടെ കൂടുന്നോ അത് സഭായോഗമാണ്. എവിടെ കൂടിയാലും ഏത് സമയത്ത് കൂടിയാലും സഭ കൂടുന്നിടത്തെ ആ മീറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് സഭായോഗം. ഓക്കെ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. നോക്കുക, തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ. എൻകറേജിങ് വൺ അനദർ. നോക്കിയേ, അപ്പൊ സത്യം സംസാരിക്കേണ്ടത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നറിയാമോ? Not to destroy my brother, but to build him up. എൻ്റെ സഹോദരനെ നശിപ്പിക്കാനല്ല, പിന്നെയോ അവൻ ആത്മീയ വർധന വരുത്താൻ ഞാൻ സംസാരിക്കണം. ബിൽഡിങ് ഹിം അപ്പ്. എന്നിട്ട് അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നതെന്നറിയാമോ? അടുത്തത്, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. നാൾ സമീപിക്കുന്നു. ഒന്നുകിൽ കർത്താവ് വരും, അല്ലെ നമ്മുടെ നാൾ തീരാൻ പോവാ. അപ്പൊ കർത്താവ് വരുമോ, നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമോ,
ഇത് രണ്ടും എപ്പോഴെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് മാറ്റിവെക്കരുത്. ആത്മീക വിഷയങ്ങൾ നാൾ സമീപിക്കും തോറും അധികമായി ചെയ്യേണ്ടതാകുന്നു. നോക്കിയേ, സോ പോൾ ഇവിടെ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പോൾ പറയുക, ഫോർ വി ആർ മെമ്പേഴ്സ്. അല്ലേ? നാം എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്? സ്നേഹത്തിൽ നമ്മൾ ബോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കേണ്ട കാര്യം എന്താ? നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നാ പോൾ പറയുന്നത്. I don't know. How can we make it more clearer than this? I don't know. എത്ര വ്യക്തമാണത്. നാം തമ്മിൽ അവയവങ്ങളല്ലോ. അതുകൊണ്ടല്ലേ പോൾ പറയുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്കറിയാം, ശരീരം, കയ്യ്, കാല്, കണ്ണ്, നാം തമ്മിൽ അവയവങ്ങളല്ലോ. സോ നമ്മൾ മനസ്സിലാക്കണം, ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്, ഇഫ് ഐ സ്പീക്ക് ലൈസ്, ഐ സ്റ്റാബ് the body of Christ with my lie. നാം സ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകൊണ്ട് നമ്മുടെ സംസാരത്തിൽ, ഒന്ന്, ക്രിസ്തുവിലുള്ള സത്യം നമ്മൾ സംസാരിക്കണം. രണ്ട്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ സത്യം സംസാരിക്കണം. Every falsehood undermines the unity of fellowship. എല്ലാ വ്യാജഭാവവും കൂട്ടായ്മ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ നശിപ്പിക്കും. There cannot be unity if there is no truthfulness and reliability. ഒരു കുടുംബം എടുക്കുക, യൂണിറ്റി ഉണ്ടാകാൻ പറ്റുമോ? ഭാര്യയ്ക്ക് അറിയത്തില്ല ഭർത്താവ് എവിടെ പോയെന്ന്, ഭർത്താവിന് അറിയത്തില്ല ഭാര്യ എവിടെ പോയെന്ന്. ഹു നോസ്? ഞാനന്ന് പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭാര്യയുടെ അക്കൗണ്ടിലുണ്ട് എത്ര ഉണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ബേസിക് അല്ലേ അത്? ഇഫ് ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് നോട്ട് സ്ട്രോങ്, വാട്ട് റിലേഷൻഷിപ്പ് ക്യാൻ ബി സ്ട്രോങ്? നോ. ബേസിക് നമ്മൾ അടിസ്ഥാനം നല്ലതായിട്ട് ഇട്ട് പോകണം. ഇഫ് മൈ ഫാമിലി റിലേഷൻഷിപ്പ് ഈസ് നോട്ട് സ്ട്രോങ്, അതുകൊണ്ടാണ് ദൈവസഭയിൽ ഉപദേശിക്കാൻ ആൾക്കാരെ വെക്കുമ്പം പോൾ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, തൈത്തോസിനോടും പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തെ നന്നായിട്ട് ഭരിച്ചോണമെന്ന്. അല്ലാത്തവനെങ്ങനെയാ ദൈവസഭയെ ഭരിക്കുന്നത്? ഇഫ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ വൈഫ് ഈസ് നോട്ട് സ്ട്രോങ്, ഹൗ ക്യാൻ ഐ ബി എ പാസ്റ്റർ ഹിയർ? നോ, ഐ cannot. That doesn't mean I am perfect. No, I'm not perfect. This is so very important. I know ഈ വർഷം തുടങ്ങിയത് മുതൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ടോണൊന്ന് മാറി. എനിക്കറിയാം അത്. പക്ഷെ അത് ദൈവം എന്നെ നയിക്കുന്നത് പോലെ ആ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സോ നമ്പർ 1, therefore speak the truth. Speak the truth. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 26-ാം വാക്യം, 26-27. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ.
സൂര്യൻ അസ്തമിക്കുവോളം കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം ആ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നോക്ക, ഇത് സത്യത്തിൽ 4-ാം സങ്കീർത്തനം സാം നമ്പർ 4 and verse 4 ഒരു മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. എന്നാൽ ഇംഗ്ലീഷിൽ സാം നമ്പർ 4 verse 4, ബി ആംഗ്രി ആൻഡ് ഡു നോട്ട് സിൻ. മലയാളത്തിൽ പറഞ്ഞേക്കുന്നത് നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ബി ആംഗ്രി ആൻഡ് ഡു നോട്ട് സിൻ, അത് വളരെ കൃത്യമാകുന്ന ഒരു ഭാഷാന്തരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആങ്കർ ഹാസ് എ പ്ലേസ്. ആങ്കറിനൊരു പ്ലേസ് ഉണ്ട്. പക്ഷേ എന്താ? ഈ ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ താഴോട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5:6 ദൈവം കോപിക്കും, അല്ലേ? ദൈവം കോപിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ കോപമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫ്യൂസ് കത്തിപ്പോകുന്ന കോപമല്ല ദൈവത്തിൻ്റെ കോപം. അത് നമ്മൾ മനസ്സിലായി. നമ്മുടെ കോപത്തിൻ്റെയും ദൈവത്തിൻ്റെ കോപത്തിൻ്റെയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്നാണെന്നറിയോ? നമ്മുടെ കോപത്തിൻ്റെ ആ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയോ മക്കളെ? പണ്ട് നാട്ടിലൊക്കെ, ഇന്ന് ഈ ELCB ഒക്കെ ഉണ്ട്, പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. നാട്ടിലൊക്കെ കറണ്ട് സമയത്ത് ഒരു ഫ്യൂസ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ സ്മോൾ ദർ വാസ് to control the electrical current to the house, there was something called a fuse unit. You may know that. And we used to tie the fuse unit with a very small strand from a cable. So what happens as a result of that? If something happens in the house, this thing will blow up very quickly. പലരുടെയും ഈ ഫ്യൂസ് യൂണിറ്റ് ഏറ്റവും അതിൻ്റെ എന്തുവാ ഗേജ് അല്ലേ ഉണ്ടല്ലോ, വയറിൻ്റെ ഗേജ്, അത് നമ്പർ കൂടുന്തോറും കനം കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? നമ്പർ കുറയും തോറും ഏറ്റവും ഹയസ്റ്റ് നമ്പറുള്ള കമ്പിയിട്ടാണ് കെട്ടിയേക്കുന്നത്. അതുകൊണ്ട് എന്താ പറ്റും? അത് പെട്ടെന്നങ്ങ് കത്തും. പക്ഷെ നമ്മുടെ കോപത്തിൻ്റെ ഒരു പ്രശ്നം എന്നാണെന്നറിയാം? നമ്മുടെ കോപം പലപ്പോഴും നമ്മുടെ സെൽഫിനെ ഹർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കോപിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ നമുക്കൊരു റൈച്ചസ് ആങ്കർ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. സത്യത്തിൽ വി ഷുഡ് ഹാവ് മോർ ഓഫ് റൈച്ചസ് ആങ്കർ. എന്താ റൈച്ചസ് ആങ്കർ? നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 5-6 മിനിറ്റ് കൂടെ ഞാൻ എടുക്കും. നാളെ അവധിയല്ലേ എല്ലാവർക്കും? മാത്രമല്ല നിങ്ങളിൽ പലരും നാളെ രാവിലെ വരികയില്ല. ഇതെങ്കിലും ഞാനങ്ങ് പറഞ്ഞു തീർക്കട്ടെ. ഈ റൈച്ചസ് ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? മോസസിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടോ? മോസസ് സംഖ്യാപുസ്തകം, നമ്പേഴ്സിൻ്റെ പുസ്തകം, എനിക്ക് തോന്നുന്നത് 11-ാം അധ്യായമാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ മോസസിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, മോശയ്ക്ക് വിരോധമായിട്ട് അഹരോനും മിരിയാമും കൂടെ പിറുപിറുത്തു. സത്യത്തിലെ അവിടുത്തെ പ്രശ്നം അവിടെ എഴുതിയേക്കുന്നത് ആ കൂശ്യ സ്ത്രീ നിമിത്തമെന്നാണ്. അപ്പോൾ ഈ നാത്തൂനും തമ്മിലുള്ളൊരു പ്രശ്നമാണ്. അതാ തോന്നുന്നത്, അതാണ് സത്യത്തിൽ. എന്നാൽ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മോശയെ കൂടെ മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളൂ?
ഞങ്ങളിൽ കൂടെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചപ്പം അവിടെ പ്രത്യേകിച്ചൊരു കാര്യം എഴുതിയിട്ടുണ്ട്. മോശയോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനെന്ന് മാത്രമല്ല അതിസൗമ്യൻ, അല്ലേ? അതിസൗമ്യനെന്ന്. മോസസ് വാസ് വെരി മീക്ക്, അതിസൗമ്യനായിരുന്നെന്ന്. ഈ സൗമ്യത എങ്ങനെയാണ് കാണുന്നത്? സൗമ്യത കാണുന്നത് അവിടെ താഴോട്ട് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. സൗമ്യതയുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് when he was spoken against, he never retaliated. അതിൻ്റെ പേരാ സൗമ്യത. അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്നാൽ അതേസമയം കാളക്കുട്ടിയെ ഉണ്ടാക്കി അവിടെ അർമാദിക്കുക. അന്നേരം ഈ ടാബും കൊണ്ട് താഴോട്ടിറങ്ങി വന്നപ്പം എന്തോ ചെയ്തു? പൊട്ടിച്ചു കളഞ്ഞു. അതിൻ്റെ പേരാണ് റൈറ്റ്സസ് ആങ്കർ. മനസ്സിലാകുന്നുണ്ടോ? നീതിയുള്ള കോപത്തിൻ്റെ നല്ല ഇലുസ്ട്രേഷനാണ്. യേശു കർത്താവിൽ അത് കാണുന്നുണ്ട്. ക്രൂശിൽ കിടക്കുമ്പം നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. നോ ആൻസർ. എന്നാൽ ഞാൻ കാണിച്ചു തരാമടാ, ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് ആണിയും പറിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റുകയില്ലായിരുന്നു കർത്താവിന്. പറ്റുകയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? He could do that. പക്ഷെ കർത്താവ് ചെയ്തില്ല. എന്നാൽ എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. യെശയ്യാവ് പറഞ്ഞതാ. അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തെന്ന് പറഞ്ഞപ്പം we see Jesus such an angry person. അതിൻ്റെ പേരാ റൈച്ചസ് ആങ്കർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ നമുക്കതിനെക്കുറിച്ച് അറിയത്തേയില്ല. നമ്മുടെ ആങ്കർ മുഴുവൻ when our self is hurt, അന്നേരമാണ് നമ്മുടെ ആങ്കർ ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്കാർക്കും ആങ്കർ ഉണ്ടാകുകയില്ല. നമുക്ക് ആങ്കർ ഉണ്ടാകുന്നത് 99.9% നമ്മുടെ സെൽഫ് ഹർട്ടാകുമ്പോഴാണ്. എൻ്റെ തൊലിയെ തൊടുമ്പോഴാണ് എനിക്ക്. അത് പണ്ട് ഒരച്ഛൻ പ്രസംഗിച്ചതാ. പിന്നെ സഹോദരങ്ങളെ, നമ്മളെന്ത് സംഭവിച്ചാലും വിഷമിക്കരുത്, നമ്മൾ ക്ഷമിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ കരയരുത്. അപ്പോൾ ഒരിക്കൽ അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി. അച്ഛൻ്റെ അമ്മ മരിച്ചുപോയപ്പോൾ അച്ഛന് ഭയങ്കര കരച്ചില്ല. അപ്പം പരീക്ഷയിലെ ആൾക്കാരെല്ലാം കൂടെ ചെന്ന് അച്ഛനെ ആശ്വസിപ്പിക്കാൻ ചെന്ന് പറഞ്ഞു, അച്ഛൻ ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഒന്ന് ഓർത്തേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓൾറെഡി അന്ന് മരിച്ചത് നിങ്ങളുടെ അമ്മയായിരുന്നു, ഇത് എൻ്റെ അമ്മയാണ്. ഓക്കെ. സോ when something touches our skin, we are angry. ഇത് ഈ പറയുന്ന നോക്കി എന്തോ എളുപ്പമാണെന്നറിയോ? ഭയങ്കര എളുപ്പമാണ്. ബട്ട് വെൻ സംതിങ് നമ്മളുടെ എല്ലാം പ്രശ്നം അതാ, നമ്മുടെയൊക്കെ പ്രശ്നം അതാ. എന്നപ്പോൾ എന്നാ പറയുന്നത്? ബി ആങ്ക്രി ബട്ട് സിൻ നോട്ട്. എന്നിട്ട് താൻ അവിടെ പറയുന്നൊരു കാര്യം എന്താ? ഇത് ഇങ്ങനെ റൈച്ചസ് ആങ്കറിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഒന്ന് വായിപ്പിക്കാം. ഇപ്പം ഞാൻ അവസാനിപ്പിക്കാം. 119:53 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം, സാം നമ്പർ 119 വേഴ്സ് 53. നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. അയ്യോ നോക്കിക്കേ, നിന്റെ ന്യായപ്രമാണം, they don't honor your law, oh God. എനിക്കത് നിമിത്തം എന്തോ പിടിച്ചിരിക്കുക. ഇതിൻ്റെ പേരാ റൈച്ചസ് ആങ്കർ. ദിസ് ഈസ് കോൾഡ് റൈച്ചസ് ആങ്കർ. എന്നാൽ നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മുടെ പ്രശ്നം, നാം എപ്പോഴും നമ്മുടെ ആങ്കർ പലപ്പോഴും റൈച്ചസ് അല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 1-2 വാക്യങ്ങളൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 19
20 വായിച്ചേ. എന്തുകൊണ്ടാണ് ഇത് ദോഷമായിട്ട് വരുന്നതെന്നറിയാം? അതിൻ്റെ കാരണം യാക്കോബ് പറയുന്നുണ്ട്. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. അതിന്റെ കാരണം അടുത്ത വാക്യം, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അതാ വിഷയം. നമ്മുടെ കോപം എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിന്റെ. നമ്മൾ പറയും I have all the right. No, brother. You think you are right, but that does not produce the righteousness of God. വളരെ വ്യത്യാസമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ വീഴ്ചയിൽ, നമ്മുടെ ഫോളൺനെസ്സിൽ we are all prone to angry and sin. പോൾ പറയുക, do not be angry. Do not be angry, but sin not. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത് ആ താഴോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് പോൾ പറയുക, do not let the sun go down on your anger. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രാവിലെ ഞാൻ കോപിച്ചാൽ സൂര്യൻ വൈകുന്നേരമല്ലേ അസ്തമിക്കുന്നത്, അതുവരെ കോപം ഓക്കെ ആണെന്നാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നോർത്ത് പോള് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നതെന്നറിയാം? 4-5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പം ഈ വാക്കിൻ്റെ അർത്ഥം അതാത് ദിവസത്തേത് അന്ന് തന്നെ ഫിനിഷ് ചെയ്യുക. കാരണം പഴയ നിയമത്തിലുണ്ടല്ലോ, പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, അതായത് നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുത്തൻ വന്ന് നമ്മുടെ വീട്ടിൽ പണി ചെയ്താൽ അവൻ്റെ കൂലി അന്ന് തന്നെ അങ്ങ് കൊടുത്തേക്കണം, അത് നിൻ്റെ കൈ വെച്ചേക്കല്ലെന്ന്. പിന്നെ ഒരുത്തൻ്റെ പുതപ്പ് നമ്മൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ, പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞേക്കാം, നീ എന്ത് ചെയ്യണം? സന്ധ്യയ്ക്ക് മുമ്പേ ഞാൻ കൊടുത്തേക്കണം. കാരണം അവന് രാത്രിയിൽ തണുക്കുമ്പം അവൻ എന്നോട് കരയും, അത് നിനക്ക് ഗുണമായിട്ട് വരത്തില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ക്യാൻ ഹാപ്പൻ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതായത് ഇറ്റ് ഈസ് ഓൾവേസ് വൈസ് ടു ലിവ് one day at a time. One day at a time. ഓരോ ദിവസവും ജീവിക്കണം. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പം വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു ഫേമസ് കൊട്ടേഷനുണ്ട്. വേൾഡ് വാർ കഴിഞ്ഞപ്പം അതിൻ്റെ കാര്യങ്ങളെ വിലയിരുത്താൻ തുടങ്ങിയപ്പോൾ അത് അങ്ങനെയായിരുന്നതിൽ ഇങ്ങനെയായിരുന്നതിനേയും അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നതിനേയും ഭയങ്കര ചർച്ച നടന്നു. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു ഫേമസ് ഉദ്ധരണിയുണ്ട്, അതിങ്ങനെയാണ്: if you bring a quarrel between the past and the present, you will lose the future. മനസ്സിലായോ? You bring a quarrel from the past to the present. കഴിഞ്ഞതിൽ നിന്ന് ഇപ്പം ഞാൻ ഒരെണ്ണം കൊണ്ടുവരിക. So what will happen as a result? You will lose the future. Past, present, future. We will lose the future. That is the result. That is the end result. ഇവിടെ എന്താ പറയുന്നത്? സൂര്യൻ അസ്തമിക്കുവോളം live every day. ഓരോ ദിവസത്തെയും ലെഡ്ജർ ടാലിയാകി പോട്ടെ, കേട്ടോ? ആ വരവ് ചെലവ് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുക. അതാത് ദിവസം അത് തീർക്ക്, നാളേക്ക് വെച്ചേക്കണ്ട. അല്ലേ പ്രശ്നം എന്നാണെന്നറിയോ? അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഒന്ന് വായിച്ചേ. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ
എങ്ങനെയാ പിശാചിന് ഇടം കൊടുക്കുന്നത്? നമ്മൾ ബന്ധുക്കോസുകാർ പറയും, ഓ എല്ലാം പിശാച് തന്നെയാ. പക്ഷേ എങ്ങനെയാ പിശാച് കയറുന്നേ? ഇടം കൊടുക്കുമ്പോഴാ. അല്ലാതെ പിന്നെ തെക്കേ വശത്തുള്ള കാവിൻ്റെ അതിലെ പോയപ്പോഴിങ്ങോട്ട് വന്ന് പിശാച് കയറിയൊന്നുമല്ല. അങ്ങനൊന്നും കയറത്തില്ല കേട്ടോ. അല്ലെ പണ്ട് കണ്ട അവിടെ ഒരുത്തൻ തൂങ്ങിച്ചെത്തായിരുന്നു, അതിലേ പോയപ്പോൾ ഏതാണ്ടൊരു ബാധ. അങ്ങനൊന്നും കയറുകയില്ല. വിളിച്ച് കയറ്റാതിരുന്നാൽ മതി. എങ്ങനെയാ വിളിച്ച് കയറ്റുന്നത്? ഇങ്ങനെ. If this is not clear, then what will be clear? നോക്കിയേ, നിങ്ങൾ ആ വേദഭാഗം വായിച്ചു നോക്കി. റീഡ് ഫോർ യുവർസെൽസ്. We are all prone in our fallenness to unrighteous anger. We are all prone to that. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിക്കുന്നൊരു കാര്യം വരുമ്പോഴാണ് എനിക്ക് കോപം വരുന്നത്. നിങ്ങളെ സംബന്ധിക്കുമ്പോൾ എനിക്ക് വിഷയമില്ല. ഇതാ പ്രശ്നം. ബട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നാ പറയുന്നത്? Therefore, നിങ്ങൾ ആരാ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പഴയ ബോഷ്ക്ക് ഉപേക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. അതോ അത് പിടിച്ചിട്ടുണ്ടോ? മുത്തപ്പനെയും പരിമല തിരുമേനിയും ഒക്കെ ഉണ്ടോ ഇപ്പോൾ വീട്ടിൽ? അതോ അത് കളഞ്ഞേച്ചാന്നാ വന്നേ? കളഞ്ഞേച്ചാ വന്നതെങ്കിൽ Therefore, ഭോഷ്ക്ക് ഉപേക്ഷിച്ച് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. We are members of the body. Don't we realize that? Let us pray. നമുക്ക് ദൈവസന്നിധാനത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അത് ഇരുവായ്ത്തലയുള്ള വാള, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചെല്ലുന്ന എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ ദൈവത്തിൻ്റെ വചനത്താലുള്ള ശുദ്ധീകരണം ഉണ്ടാകണം. We all need a cleansing. ദൈവം അത് നമ്മിൽ ചെയ്യട്ടെ. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ ആർക്കെങ്കിലും ഒരാൾക്ക് ദയവായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.